ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ജൂൺ 1-ന് അവസാനിക്കും. നവീൻ പട്നായിക് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഒഡീഷയിൽ സർക്കാർ രൂപീകരണം സാധ്യമാക്കുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജൂൺ 4-ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ നവീൻ പട്നായിക് ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എന്നാൽ ബിജു ജനതാദളാകട്ടെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. 2000 മുതൽ ഒഡീഷയിൽ അധികാരത്തിലിരിക്കുന്ന നവീൻ പട്നായിക് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തലിലാണ് ബിജെപിയുടേത്. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സംരക്ഷണം, സമ്പദ് വ്യവസ്ഥ, കൃഷി തുടങ്ങിയ മേഖലകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ മുന്നേറിയപ്പോൾ ഒഡീഷയുടെ സ്ഥിതി പരിതാപകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിജെപിയുടെ പ്രചരണം. ധാതു സമ്പത്തുകൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒഡീഷ പിന്നോട്ടാണ് എന്നും പ്രധാനമന്ത്രി മോദി അടക്കമുള്ള ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നവീന്റെ ഭരണകാലം ഒഡീഷയുടെ നഷ്ടങ്ങളുടെ വർഷമായി ഉയർത്തിക്കാട്ടിയാണ് ബിജെപി പ്രചരണം നടത്തിയത്. ജൂൺ 10-ന് ഒഡീഷയിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചതും. ഒഡീഷയുടെ വികസന മുരടിപ്പിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രീതിയും പ്രധാനമന്ത്രിയോടുള്ള വിശ്വാസവും വോട്ടായി മാറുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല, നവീൻ പട്നായിക്കിനെ മുന്നിൽ നിർത്തി പ്രചരണം നയിക്കുന്നുണ്ടെങ്കിലും അധികാരം കെ വി പാണ്ഡ്യൻ എന്ന നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനിലേക്ക് എത്തിപ്പെടുമെന്നാണ് ബിജെപിയുടെ പ്രചരണം. അതേസമയം ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കൂടി പരമാവധി വേദികളിൽ നവീൻ പട്നായിക് നേരിട്ടെത്തി 95% സീറ്റുകളിലും വിജയിച്ച് ഭരണ തുടർച്ച തന്നെയാണ് ബിജു ജനതാദളും പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി മോദി മുന്നിൽ നിന്ന് നയിച്ച ബിജെപിയുടെ പ്രചരണത്തെ മറികടന്ന് വിജയം നേടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബിജു ജനതാദളിൻ്റേത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.